സ്റ്റാൻഡേർഡ് 6 യൂണിറ്റ് 4 പ്രൊഡക്ഷൻ പ്രോസസ്സ് ഉൽപ്പാദന പ്രക്രിയയിലൂടെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ചോദ്യോത്തരങ്ങൾ. വാട്ട് ഈസ് മെൻ ബൈ ഗുഡ്സ്? സാധനങ്ങൾ എന്നാൽ എന്ത്? ദോസ് തിങ്സ് വിച്ച് ആർ വിസിബിൾ ആൻഡ് ടാഞ്ചിബിൾ ആൻഡ് ക്യാൻ സാറ്റിസ്ഫൈ ഹ്യൂമൻ വാൻസ് ആർ റിഗാർഡഡ് ആസ് ഗുഡ്സ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കാവുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ വസ്തുക്കളാണ് സാധനങ്ങൾ. ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ ഗുഡ്സ് ആർ. സാധനങ്ങളുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ: വിസിബിൾ കാണാൻ സാധിക്കും, ടാഞ്ചിബിൾ സ്പർശിക്കാൻ സാധിക്കും, ആൻഡ് സാറ്റിസ്ഫൈ വാൻസ് ഹ്യൂമൻ വാൻസ് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് സാധിക്കും. എ ടീച്ചർ ടീച്ചേഴ്സ് യു ഇൻ ദ സ്കൂൾ. ടീച്ചിങ് ഈസ് എ സർവീസ്. ഡിഫൈൻ ദ ടേം സർവീസ്. അധ്യാപിക സ്കൂളിൽ പഠിപ്പിക്കുന്നു. അധ്യാപനം ഒരു സേവനമാണ്. എന്താണ് സേവനം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്? സർവീസസ് ആർ ആക്ടിവിറ്റീസ് ദാറ്റ് സാറ്റിസ്ഫൈ ഹ്യൂമൻ വാൻസ് ബട്ട് ദേ ആർ ഇൻടാഞ്ചിബിൾ ആൻഡ് ഇൻവിസിബിൾ. സേവനങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന പ്രവൃത്തിയാണ്, പക്ഷേ അവയെ കാണാനോ സ്പർശിക്കാനോ സാധിക്കുകയില്ല. ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ സർവീസസ് ആർ. സേവനങ്ങളുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ: ഇൻവിസിബിൾ ആണ്, കാണാൻ പറ്റില്ല. ഇൻടാഞ്ചിബിൾ ആണ്, സ്പർശിക്കാൻ തൊടാൻ പറ്റില്ല. ആൻഡ് സാറ്റിസ്ഫൈ ഹ്യൂമൻ വാൻസ് എന്നാൽ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുത്തുന്നതാണ്. പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് സർവീസസ്. സേവനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കുക. ടീച്ചിങ് അധ്യാപനം, ബാങ്ക് സർവീസ് ബാങ്കിലെ ജോലി, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഡോക്ടേഴ്സ് നേഴ്സ് അവരുടെ സേവനങ്ങൾ, എൻജിനീയേഴ്സ് സർവീസ്, ട്രാൻസ്പോർട്ട് ഗതാഗതം, കമ്മ്യൂണിക്കേഷൻ വാർത്താവിനിമയം, ഈ കാര്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ സർവീസസ് ആണ്, സേവനത്തിൽ പെടുന്നതാണ്. വാട്ട് ഡു ദ ടേംസ് പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്റ്റ് മീൻ? ഉൽപ്പാദനവും ഉൽപ്പന്നവും എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? പ്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാൻസ്. ഉൽപ്പാദനം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ്. പ്രൊഡക്റ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്സ്. ഉൽപ്പാദനത്തിൻ്റെ ഫലമായി ലഭിക്കുന്നതാണ് ഉൽപ്പന്നം എന്ന് പറയുന്നത്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻവോൾവ് ഇൻ ദ പ്രോസസ് ഓഫ് പാഡി പ്രൊഡക്ഷൻ? നെല്ലുൽപാദനത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ലേബർ തൊഴിൽ, നേച്ചുറൽ റിസോഴ്സസ് പ്രകൃതി വിഭവങ്ങൾ, സച്ച് ആസ് സോയിൽ വാട്ടർ ആൻഡ് എയർ വായുവും വെള്ളവും മണ്ണും. മാൻമെയ്ഡ് ഗുഡ്സ് സച്ച് ആസ് സീഡ്സ് ഫെർട്ടിലൈസേഴ്സ് മനുഷ്യനിർമ്മിത വസ്തുക്കളായ വിത്തും വളങ്ങളും. എക്യുപ്മെൻറ്റ്സ് ഉപകരണങ്ങളും, മെഷീനറീസ് യന്ത്രങ്ങളും, ആൻഡ് അതർ ടൂൾസ് മറ്റു ഉപകരണങ്ങളും. വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ഇൻവോൾവ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഷൂസ്? ഒരു ഷൂസ് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? ബിൽഡിങ്സ്, മെഷീനറി, വർക്കേഴ്സ്, ഇലക്ട്രിസിറ്റി, എൻ്റർപ്രണർ. കെട്ടിടം വേണം, യന്ത്രങ്ങൾ വേണം, തൊഴിലാളികൾ വേണം, വൈദ്യുതി വേണം, സംരംഭകൻ വേണം. വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ഉൽപ്പാദന ഘടകങ്ങളുടെ തരംതിരിവ് എന്തൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. വാട്ട് ഈസ് ലാൻഡ്? എന്താണ് ഭൂമി? ഓൾ നാച്ചുറൽ റിസോഴ്സസ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ആർ ഇംപ്ലൈഡ് ഇൻ ദ ടേം ലാൻഡ്. ഓൾ റിസോഴ്സസ് ഓൺ എർത്ത് ആർ റിഗാർഡഡ് ആസ് ലാൻഡ്. ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും ഭൂമി എന്നതിൽ ഉൾപ്പെടുന്നു. എല്ലാ പ്രകൃതി വിഭവങ്ങളും ഉൽപ്പാദന ഘടകമായ ഭൂമി എന്നതിൽ ഭൗമാന്തർഭാഗത്തുള്ളതും ഭൗമാന്തരീക്ഷത്തിലുള്ളതും ഭൗമോപരിതലത്തിലുള്ളതും അങ്ങനെയുള്ള എല്ലാ റിസോഴ്സസും റിഗാർഡഡ് ആസ് ലാൻഡ്. എർത്തിലുള്ള എല്ലാ റിസോഴ്സസും, ഭൂമിയുടെ ഉപരിതലത്തിലുള്ളത്, അന്തരീക്ഷത്തിലുള്ളത്, അന്തർഭാഗത്തിലുള്ളത്, എല്ലാത്തിനും വിശാലമായ അർത്ഥത്തിലാണ് ലാൻഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വാട്ട് ഓൾ നാച്ചുറൽ റിസോഴ്സസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ലാൻഡ് ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ? ഉൽപ്പാദന ഘടകമെന്ന നിലയിൽ ഭൂമിയിൽ ഏതൊക്കെ പ്രകൃതി വിഭവങ്ങൾ ഉൾപ്പെടും? സോയിൽ മണ്ണ്, വാട്ടർ വെള്ളം അല്ലെങ്കിൽ ജലം, ഫോറസ്റ്റ് വനങ്ങൾ, എയർ വായു, കോൾ കൽക്കരി, പെട്രോളിയം, മിനറൽസ്, സാൻഡ് എക്സെട്ര. ധാതുക്കൾ, അതുപോലെ തന്നെ മണൽ, ഇങ്ങനെയുള്ള പല ഘടകങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ലാൻഡ് ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഗെറ്റ് ഡാഷ് ആസ് ഇറ്റ്സ് റിവാർഡ്. ഭൂമി ഒരു ഉൽപ്പാദന ഘടകമെന്നുള്ള നിലയിൽ അതിന് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? റെൻറ്റ്, പാട്ടമാണ് അതിന് കിട്ടുന്നത്. വാട്ട് ഈസ് ലേബർ? എന്താണ് തൊഴിൽ? ദ ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് ഇൻ്റലക്ച്വൽ സ്കിൽസ് of the workers which produce goods and services is rewarded. It is called
ലേബർ. തൊഴിൽ എന്നാൽ എന്താണ്? തൊഴിലാളിയുടെ കായികവും മാനസികവും ബുദ്ധിപരവുമായ കഴിവുകൾ ഉപയോഗിച്ച് സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കപ്പെടുമ്പോൾ അതിന് പ്രതിഫലം ലഭിക്കുന്നുവെങ്കിൽ അതിനെയാണ് ലേബർ തൊഴിൽ എന്ന് പറയുന്നത്. ഹൗ ഡു ദ ലേബേഴ്സ് ഓഫ് ദിസ് കയർ പ്രൊഡക്ഷൻ യൂണിറ്റ് യൂസ് ദെയർ മാൻ പവർ? കയർ ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റിലെ തൊഴിലാളികൾ എന്തിനൊക്കെ അവരുടെ അധ്വാനശേഷി ഉപയോഗിക്കുന്നു? ടു മേക്ക് കോക്കനട്ട് ഫൈബർ സ്യൂട്ടബിൾ ഫോർ കയർ മാനുഫാക്ചറിങ്. കയർ ഉൽപ്പന്ന നിർമ്മാണത്തിന് ചകിരി അനുയോജ്യമാക്കുന്നതിന്. ടു ഡൈ സ്യൂട്ടബിളി. ആവശ്യമായ നിറങ്ങൾ ചേർക്കുന്നതിന്. ടു ഓപ്പറേറ്റ് ദ മിഷനറി. യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന്. ടു പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ. ഉൽപ്പന്ന വിതരണത്തിന്. ഡാഷ് ഈസ് എ റിവാർഡ് ഫോർ ലേബർ. തൊഴിലിനുള്ള പ്രതിഫലം വേജ്, കൂലിയാണ്. ക്യാൻ യു കൺസിഡർ ദ ഹൗസ് ഹോൾഡ് വർക്ക് ഡൺ ബൈ യുവർ ഫാമിലി മെമ്പേഴ്സ് ആസ് ആൻ ഒക്യുപ്പേഷൻ? കുടുംബത്തിലെ അംഗങ്ങളുടെ പ്രവൃത്തികൾ തൊഴിലായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കുമോ? നോ, ഇല്ല. ഫാമിലി മെമ്പേഴ്സ് എൻഗേജ്ഡ് ഇൻ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ഡു നോട്ട് ജനറേറ്റ് റിവാർഡ്സ്. കുടുംബാംഗങ്ങളുടെ പ്രവൃത്തികൾ പ്രതിഫലം ലഭിക്കുവാനായിട്ട് ഇടയാകുന്നില്ല, കൂലി ലഭിക്കാനായിട്ട് ഇടയാകുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് റിഗാർഡഡ് ആസ് ലേബർ. അതുകൊണ്ട് അത് തൊഴിലായിട്ട് കണക്കാക്കാൻ സാധിക്കുകയില്ല. ഹൗ ഈസ് മാൻ പവർ അക്വയർഡ്? ഹൗ ഷുഡ് ഇറ്റ് ബി യൂട്ടിലൈസ്ഡ്? എങ്ങനെയാണ് അധ്വാനശേഷി ആർജിക്കുന്നത്? എങ്ങനെ അത് നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാം? മാൻ പവർ ഈസ് യൂസ്ഡ് ഫോർ എനി ലേബർ. അധ്വാനശേഷി ഏത് തൊഴിലിനു വേണ്ടിയും ഉപയോഗിക്കാവുന്നതാണ്. ദ മാൻ പവർ വേസ്റ്റഡ് ടുഡേ വിൽ ബി ലോസ്റ്റ്. ഇന്നത്തെ അധ്വാനശേഷി നഷ്ടപ്പെട്ടാൽ അത് എന്നേക്കുമായി നഷ്ടപ്പെട്ടു. ഇറ്റ് കനോട്ട് ബി സേവ്ഡ് ഫോർ ടുമോറോ. നാളേക്ക് വേണ്ടി അധ്വാനശേഷി സൂക്ഷിച്ചു വയ്ക്കുവാൻ സാധിക്കുകയില്ല. ദ മാൻ പവർ ഓഫ് ദ ലേബേഴ്സ് ക്യാൻ ബി എൻഹാൻസ്ഡ് ത്രൂ എഡ്യൂക്കേഷൻ ഓർ ട്രെയിനിങ്. പരിശീലനത്താലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്താലോ തൊഴിലാളികളുടെ അധ്വാനശേഷി എൻഹാൻസ് ചെയ്യാൻ, വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. വാട്ട് ഈസ് ക്യാപിറ്റൽ? എന്താണ് മൂലധനം? ടാഞ്ചിബിൾ, വിസിബിൾ ആൻഡ് മാൻമെയ്ഡ് തിങ്സ് യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ആർ കോൾഡ് ക്യാപിറ്റൽ. സ്പർശിക്കാവുന്നതും കാണാവുന്നതും മനുഷ്യനിർമ്മിതവുമായ അതേസമയത്ത് ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന എല്ലാറ്റിനെയും നമുക്ക് മൂലധനം എന്ന് പറയാം. എക്സാമ്പിളായിട്ട് കമ്പ്യൂട്ടേഴ്സ്, വെഹിക്കിൾസ് ആൻഡ് മെഷീനറി ആർ കൺസിഡേർഡ് ആസ് ക്യാപിറ്റൽ. ഇവിടെ പറയുന്ന കമ്പ്യൂട്ടറുകളായാലും വാഹനങ്ങളായാലും മെഷീനറി യന്ത്രങ്ങളായാലും എല്ലാം മൂലധനത്തിൽ ഉൾപ്പെടുന്നതാണ്. ക്യാപിറ്റൽ ഈസ് നെസസറി ഫോർ എസ്റ്റാബ്ലിഷിംഗ് എ ഫാക്ടറി. ഒരു ഫാക്ടറിയുടെ നിർമ്മാണശാലയുടെ രൂപീകരണത്തിന് അത്യാവശ്യമാണ് മൂലധനം. പേയിങ് വേജസ് ടു ലേബേഴ്സ്. തൊഴിലാളികൾക്ക് കൂലി കൊടുക്കുന്നതിനും. ആൻഡ് ബൈയിങ് എക്യുപ്മെൻറ്റ് ഫോർ പ്രൊഡക്ഷൻ. ഉൽപ്പാദനത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങുന്നത്, യന്ത്രങ്ങൾ വാങ്ങുന്നതിനും മൂലധനം അനിവാര്യമാണ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റൽ? ക്യാപിറ്റലിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ടാഞ്ചിബിൾ ആൻഡ് വിസിബിൾ. കാണാൻ സാധിക്കും, സ്പർശിക്കാൻ സാധിക്കും. മാൻമെയ്ഡ്, മനുഷ്യനിർമ്മിതമാണ്. ഹെൽപ്സ് ദി അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. മറ്റെല്ലാ ഉൽപ്പാദന ഘടകങ്ങളെയും സഹായിക്കുന്നു. എൻഹാൻസസ് ദ പ്രൊഡക്ഷൻ സ്കിൽസ് ഓഫ് ദ ലേബേഴ്സ്. തൊഴിലാളികളുടെ അധ്വാനശേഷിയെ, ഉൽപ്പാദനശേഷിയെ വർദ്ധിപ്പിക്കുന്നു. ഹാസ് മൊബിലിറ്റി, ചലനാത്മകമാണ്. പ്രൊവൈഡ്സ് ഇൻകം ടു ദ പ്രൊഡ്യൂസർ. സംരംഭകന് ആവശ്യമായിട്ടുള്ള വരുമാനം പ്രൊവൈഡ് ചെയ്യുന്നു. ഗെറ്റ്സ് റിവാർഡ്, പ്രതിഫലം ലഭിക്കുന്നു. ഇൻട്രസ്റ്റ് ഈസ് എ റിവാർഡ് ഫോർ ക്യാപിറ്റൽ. ക്യാപിറ്റൽ ലഭിക്കുന്ന റിവാർഡ് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്, പലിശയാണ്. പ്രിപ്പയർ എ ഫ്ലോ ചാർട്ട് ദാറ്റ് എക്സ്പ്ലെയിൻസ് ദ റോൾ ഓഫ് ദ ഓർഗനൈസർ ഇൻ പ്രൊഡ്യൂസിങ് എ പ്രൊഡക്റ്റ്. ഒരു ഉൽപ്പാദനം ഉൽപ്പാദിപ്പിക്കുന്നതിൽ സംഘാടകൻ്റെ പങ്ക് വ്യക്തമാക്കുന്ന ഒരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കുക. ലാൻഡ്, ഭൂമി, ലേബർ, തൊഴിൽ, ക്യാപിറ്റൽ, മൂലധനം. ഈ 3 ഉൽപ്പാദന ഘടകങ്ങളെയും ഓർഗനൈസർ ഓർഗനൈസ് ചെയ്യുകയാണ്. അതിൻ്റെ ഫലമായിട്ട് പ്രൊഡക്ഷൻ നടക്കുന്നു. അതിൻ്റെ റിസൾട്ടാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഓർഗനൈസേഷൻ? അങ്ങനെയെങ്കിൽ എന്താണ് സംഘാടനം? ദ ആക്ട് ഓഫ് ബ്രിങ്ങിങ് ടുഗദർ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലൈക്ക് ദ ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ ഈസ് കോൾഡ് ഓർഗനൈസേഷൻ. ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, ക്യാപിറ്റൽ ഇതിനെല്ലാത്തിനെയും ഏകോപിപ്പിച്ചുകൊണ്ട് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയെയാണ് സംഘാടനം എന്ന് പറയുന്നത്. ഹു ഈസ് ഓർഗനൈസർ? ആരാണ് സംരംഭകൻ അല്ലെങ്കിൽ സംഘാടകൻ? ദ ഓർഗനൈസർ ഈസ് ദ പേഴ്സൺ ഹു ഡസ് ദിസ് ഓർഗനൈസേഷൻ.
സംഘാടനം നടത്തുന്ന വ്യക്തിയെയാണ് ഓർഗനൈസർ, സംഘാടകൻ എന്ന് പറയുന്നത്. ദ ഓർഗനൈസർ പ്ലേസ് എ മേജർ റോൾ ഇൻ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപ്പാദന പ്രക്രിയയിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന വ്യക്തിയാണ് സംഘാടകൻ. ഹി ഹെൽപ്സ് ഓൾ അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. മറ്റെല്ലാ ഉൽപ്പാദന ഘടകങ്ങളെയും സഹായിക്കുന്നത് ഇദ്ദേഹമാണ്. പ്രോഫിറ്റ് ഈസ് ദ റിവാർഡ് ഓഫ് ഓർഗനൈസേഷൻ. സംഘാടനത്തിന് ലഭിക്കുന്ന പ്രതിഫലം പ്രോഫിറ്റ്, ലാഭമാണ്. വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എൻ ഓർഗനൈസർ ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്സ്? ഒരു ഉൽപ്പാദന പ്രക്രിയയിൽ സംരംഭകൻ്റെ അല്ലെങ്കിൽ സംഘാടകൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? കോർഡിനേറ്റ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപ്പാദന ഘടകങ്ങളെ ഏകോപിപ്പിക്കുക. ടേക്ക് സ്റ്റെപ്സ് ടു ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ്. ഉൽപ്പന്നത്തിൻ്റെ ഗുണമേന്മ മെച്ചപ്പെടുത്തുക. ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫോർ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. വലിയ ഉൽപ്പാദനത്തിനായിട്ട്, വൻതോതിലുള്ള ഉൽപ്പാദനത്തിനായിട്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പാദന ഘടകങ്ങളുടെ എഫിഷ്യൻസി, കാര്യക്ഷമത ഇൻക്രീസ് ചെയ്യുക, വർദ്ധിപ്പിക്കുക. അറേഞ്ച് ദ പ്രൊഡക്ഷൻ അക്കോർഡിംഗ് ടു നീഡ്സ്. ആവശ്യത്തിനനുസരിച്ച് ഉൽപ്പാദനം ക്രമീകരിക്കുക. ഹൗ ക്യാൻ ദ സ്കിൽ ഓഫ് എ ഓർഗനൈസർ കോർഡിനേറ്റഡ് ബി എൻഹാൻസ്ഡ്? കോർഡിനേറ്ററുടെ അല്ലെങ്കിൽ ഓർഗനൈസറുടെ കഴിവുകളെ എങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കാം? ത്രൂ എഡ്യൂക്കേഷൻ ഓർ ട്രെയിനിങ് ദ സ്കിൽ ഓഫ് എ കോർഡിനേറ്റർ ക്യാൻ ബി എൻഹാൻസ്ഡ്. വിദ്യാഭ്യാസത്തിലൂടെയും പരിശീലനത്തിലൂടെയും കോർഡിനേറ്ററുടെ അല്ലെങ്കിൽ ഓർഗനൈസറുടെ അല്ലെങ്കിൽ സംരംഭകൻ്റെ, സംഘാടകൻ്റെ കഴിവുകൾ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. എക്സ്പ്ലെയിൻ സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ചാക്രിക പ്രവാഹം വിശദമാക്കുക. The household unit supplies the land, labor, capital and organization. ഉൽപ്പാദന യൂണിറ്റുകൾക്ക് ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവ പ്രദാനം ചെയ്യുന്നത് ഗാർഹിക യൂണിറ്റുകളാണ്. The household unit is given rent, wages, interest, profit, etc. as reward by the production unit. ഉൽപ്പാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലമായി പാട്ടം, കൂലി, പലിശ, ലാഭം എന്നിവ ഉൽപ്പാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റിന് നൽകുന്നു. The production unit supplies goods and services to the household unit. ഉൽപ്പാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റുകൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നൽകുന്നു. In exchange for goods and services received, the household unit pays price to the production unit. ഇതിന് പ്രതിഫലമായി ഗാർഹിക യൂണിറ്റ് ഉൽപ്പാദന യൂണിറ്റുകൾക്ക് വില പണമായിട്ട് നൽകുന്നു. സിൻസ് പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ആർ കണ്ടിന്യൂസ്, ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ഫോളോ എ സർക്കുലർ പാറ്റേൺ. ഇങ്ങനെ ഉൽപ്പാദനവും പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ, ഉപഭോഗവും നിരന്തരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തുടരുകയാണ്. അങ്ങനെ തുടരുന്നതിനാലേ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ചാക്രിക ഗതിയിലായിട്ട് പ്രവർത്തിക്കുന്നു, ഒരു സർക്കുലർ പാറ്റേൺ ആയിട്ട് മുന്നോട്ട് പോകുന്നു. സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഒന്നുകൂടെ പറയാം. ഹൗസ് ഹോൾഡ് യൂണിറ്റ് ഉണ്ട്, പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. ഹൗസ് ഹോൾഡ് യൂണിറ്റ് എന്ത് കൊടുക്കുന്നു? പ്രൊഡക്ഷൻ യൂണിറ്റിന് ആവശ്യമായിട്ടുള്ളത് കൊടുക്കുകയാണ്. എന്തൊക്കെയാണ് കൊടുക്കണേ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ആവശ്യമായ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനാണ് കൊടുക്കുന്നത്. ഏതൊക്കെയാണ്? ഭൂമി, ലാൻഡ്, ലേബർ, തൊഴിൽ, ക്യാപിറ്റൽ, മൂലധനം, ഓർഗനൈസേഷൻ, സംഘാടനം. ഇവ പ്രദാനം ചെയ്യുന്നത് ഈ ഗാർഹിക യൂണിറ്റിലുള്ള ആളുകളാണ്. ആർക്ക് കൊടുക്കുന്നത്? പ്രൊഡക്ഷൻ യൂണിറ്റിന് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് കിട്ടും? പ്രൊഡക്ഷൻ യൂണിറ്റ് ഇവർക്ക് എന്ത് തിരിച്ചു കൊടുക്കും? റിവാർഡായിട്ട് റെൻറ്റ് കൊടുക്കും, വേജ് കൊടുക്കും, അതുപോലെ തന്നെ പിന്നെ ഇൻട്രസ്റ്റ് കൊടുക്കും, പ്രോഫിറ്റ് കൊടുക്കും. ഓക്കെ. ഇനി നേരെ തിരിച്ച് പ്രൊഡക്ഷൻ യൂണിറ്റ് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനൊക്കെ യൂസ് ചെയ്തിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ഹൗസ് ഹോൾഡ് യൂണിറ്റിന് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഹൗസ് ഹോൾഡ് യൂണിറ്റിന് കൊടുക്കുമ്പോൾ എന്താ റിവാർഡ് കിട്ടുക? ഹൗസ് ഹോൾഡ് യൂണിറ്റ് ഈ ഗുഡ്സും സർവീസസും മേടിക്കുമ്പോൾ അതിന് വേണ്ടി അവർക്ക് പ്രൈസ് കൊടുക്കും. അങ്ങനെ ഇത് സർക്കിളായിട്ട് പോകും. അപ്പോൾ ഹൗസ് ഹോൾഡ് യൂണിറ്റ്സ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൊടുക്കും. അപ്പോൾ അതിന് പ്രതിഫലമായിട്ട് ഇവർ അതിന് റിവാർഡ് കൊടുക്കും പ്രൊഡക്ഷൻ യൂണിറ്റ്. പ്രൊഡക്ഷൻ യൂണിറ്റ് ആ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ യൂസ് ചെയ്തിട്ട് പ്രൊഡക്റ്റൊക്കെ ഉണ്ടാക്കും. ആ പ്രൊഡക്റ്റ് ആർക്ക് ആവശ്യമുള്ളതാണ്? ഹൗസ് ഹോൾഡ് യൂണിറ്റിന് ആവശ്യമുള്ളതാണ്. അവരത് മേടിക്കുമ്പോൾ പ്രൈസ് ആർക്ക് കൊടുക്കും?
പ്രൊഡക്ഷൻ യൂണിറ്റിന് കൊടുക്കും. ഇങ്ങനെ ഈ പ്രക്രിയ സർക്കുലർ ഫ്ലോയിൽ നടക്കുന്നു എന്നാണ് ഈ ലാസ്റ്റ് ഭാഗത്ത് പറയുന്നത്. ഓക്കെ.